നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും റസൂലുള്ളാഹിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ എത്തുകയില്ലല്ലോ. അതുകൊണ്ട് നമുക്കത്രയും ചെയ്താൽ പോരാ എന്ന് ആത്മഗതം ചെയ്തിട്ട് അവരിൽ ഒരാൾ പറഞ്ഞു. എന്താണ് അയാൾ പറഞ്ഞത്? അമ്മ അന ഫഇന്നി ഉസല്ലി ലൈല അബദാ, ഞാൻ ഇനി മുതൽ രാത്രി മുഴുവൻ നമസ്കാരത്തിലാണ്, ഉറങ്ങുന്ന പ്രശ്നമില്ല. രാത്രി മുഴുവൻ ഞാൻ നമസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഉറക്കം ഞാൻ മാറ്റിവെക്കുകയാണ്. രണ്ടാമത്തെ ആളത് കേട്ടപ്പോൾ പറഞ്ഞു, അന അസൂമുദ്ദഹ്റ വലാ ഉഫ്തിർ, ഞാനിനി എല്ലാ ദിവസവും നോമ്പിലാണ്, ഈ നോമ്പ് മുറിക്കുന്ന പ്രശ്നമില്ല, നോമ്പൊഴിവാക്കാതെ എല്ലാ ദിവസവും നോമ്പിലാണ്. മൂന്നാമത്തവൻ പറഞ്ഞു, അന അഅ്തസിലുൻ നിസാ, ഞാൻ ഇനി വിവാഹം കഴിക്കുന്ന പ്രശ്നമില്ല, ഞാൻ വിവാഹം കഴിക്കുകയില്ല, ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് സദാസമയവും ദീനിന്റെ മാർഗത്തിൽ തന്നെയാണ്, ദഅ്വാരംഗത്ത് തന്നെയാണ്. അങ്ങനെ സജീവമായി ഇബാദത്തുകളിലും അതുപോലെ തന്നെ സജീവമായി ദഅ്വാ മേഖലകളിലുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ എന്റെ കുടുംബത്തെ തന്നെ, അല്ലെങ്കിൽ എന്റെ കുടുംബജീവിതത്തെ തന്നെ മാറ്റിവെക്കുകയാണ്. മൂന്നാമത്തെ ആളും തീരുമാനിച്ചു. അവര് മടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ഭാര്യമാർ ഈ വന്ന ആളുകളെ സംബന്ധിച്ച വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ ഈ മൂന്നാളുകളെയും വിളിപ്പിച്ചിട്ട് ചോദിച്ചു, അന്തുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിങ്ങളാണോ ഇപ്രകാരമെല്ലാം തീരുമാനമെടുത്തത്? ആ സന്ദർഭത്തിൽ മൂന്നാളുകളും പറഞ്ഞു, നബിയെ, അതെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ സദാ നമസ്കാരത്തിൽ തന്നെയായിരിക്കും, രാത്രി മുഴുവൻ ഉറക്കുന്ന പ്രശ്നമില്ല. രണ്ടാമത്തവൻ പറഞ്ഞു, ഞാൻ നോമ്പിൽ തന്നെയായിരിക്കും, നബിയെ, മുറിക്കുന്ന പ്രശ്നമില്ല. മൂന്നാമത്തെ ആള് പറഞ്ഞു, നബിയെ, ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഓ മുഅ്മിനേ, ഓ മുസ്ലിമേ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്താ നബി പറഞ്ഞത്? വെൽഡൻ, നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് നിങ്ങളുടെ തീരുമാനം. നിസ്കാരല്ലേ, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്നാ പറഞ്ഞത്. നോമ്പല്ലേ, നിങ്ങൾ നോറ്റോളൂ, നല്ലതല്ലേ എന്നാ പറഞ്ഞത്. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ട് അതേ സദാസമയവും നിങ്ങൾ ഈ ഇബാദത്തുമായി മുഴുകുകയല്ലേ, നല്ലതല്ലേ എന്നാണോ നബി പറഞ്ഞത്? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൂന്നാളുകളോടും പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അമാ വല്ലാഹ് ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു. ഒരു കാര്യം നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. നിങ്ങളെക്കാൾ അല്ലാഹനെ പേടിക്കുന്ന ആള് ഞാനാണ്, നിങ്ങളെക്കാൾ ഖുശൂഉള്ള ആള് ഞാനാണ്, നിങ്ങളെക്കാൾ തഖ്വയുള്ള ആള് ഞാനാണ്. പക്ഷേ ലാകിന്നി അസൂമു വ ഉഫ്തിറു, ഞാൻ സുന്നത്ത് നോമ്പ് പല ദിവസങ്ങളിലും നോക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ ഞാൻ സുന്നത്ത് നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്. പല ദിവസങ്ങളിലും ഞാൻ നോമ്പിലായിരിക്കും. എന്നാൽ എല്ലാ ദിവസവും നോമ്പിലാണോ? അല്ല. ചില ദിവസങ്ങളിൽ ഞാൻ നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്, സുന്നത്ത് നോമ്പുകൾ. എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാറില്ല. പല ദിവസങ്ങളിലും ഞാൻ നോമ്പിലായിരിക്കും, ചില ദിവസങ്ങളിൽ ഞാൻ നോമ്പ് ഉപേക്ഷിച്ചവനായിരിക്കും. അതുപോലെ വൗസല്ലി വഅർഖുദു, ഞാൻ രാത്രിയിൽ കാലിൽ നീര് കെട്ടുന്നത് വരെ നിന്ന് നമസ്കരിക്കുന്ന ആളാണ്. പക്ഷേ നമസ്കാരം മാത്രമല്ല, ഞാൻ ഉറങ്ങാറുമുണ്ട്. രാത്രിയിൽ ഞാൻ ഉറങ്ങാറുമുണ്ട്, രാത്രിയിൽ ഞാൻ ഉറങ്ങാറുമുണ്ട്, നമസ്കരിക്കാറുമുണ്ട്. വതസവ്വജുൻ നിസാ, എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ഈ ചര്യയോട് വിപ്രവൃത്തി കാണിക്കുന്നവൻ, എന്റെ ഈ ചര്യ പോരാ എന്ന് തോന്നുന്നവൻ, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇങ്ങനായ നമുക്ക് പറ്റില്ല എന്നാണ്, ഇത് പോരാന്നാണ്, ഇത് പോരാ. നേരെ മറിച്ച് നമുക്ക് ആളാകണമെങ്കിൽ എന്താ വേണ്ടത്? നല്ല വേറും മീശാത്തോളുതോരു വുളുവാലെ 40 സുബഹി തൊഴുതോവർ. ഇശാക്കെടുത്ത വുളു കൊണ്ട് സുബഹി വരെ നിസ്കരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാല് ഉറങ്ങിയിട്ടില്ല. അതാ നമ്മുടെ നാട്ടിലെ കറാമത്ത്. നമ്മുടെ നാട്ടിലെ കറാമത്തും ആദരവ് എന്ന് പറഞ്ഞാല് ഇശാക്ക് വുളു എടുത്തു, സുബഹി വരെ നിസ്കരിച്ചു, ഉറങ്ങിയില്ല എന്ന് പറയലാണ് നമ്മുടെ നാട്ടിലെ മഹത്വം. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്ത് അങ്ങനെ തീരുമാനം എടുത്തപ്പോൾ അതിനെ എതിർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആരാധനകൾ സ്വീകരിക്കുന്ന ശൈലിയിൽ പോലും ഇത്തിബാ ഉണ്ടാകണം എന്നാണ്. ആരാധനകൾ
സ്വീകരിക്കുന്ന രംഗത്ത് അതിന്റെ ശൈലിയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. ഇത്രയും ശക്തമായ നിലപാട് ഇസ്ലാമി വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ആ പ്രവാചകൻ പഠിപ്പിച്ച ദീൻ ഉൾക്കൊള്ളാൻ ഭാഗ്യം സിദ്ധിച്ച മുസ്ലിം ഉമ്മത്തിന് അവരുടെ വിശ്വാസത്തെ, അവരുടെ കർമ്മമണ്ഡലങ്ങളെ സംശുദ്ധമാക്കി നിർത്താൻ സാധിച്ചിട്ടുണ്ടോ? മാന്യ സഹോദരങ്ങളെ, നമ്മൾ ആത്മകഥം ചെയ്യണം, നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. നമുക്ക് ആ ദീനിനെ, വിശുദ്ധ ഇസ്ലാമിനെ അങ്ങനെ തന്നെ നിലനിർത്തുവാൻ സാധിക്കുന്നുവോ? ഇല്ല. ആ ദീൻ വിട്ട് നമ്മൾ പറക്കുകയാണ്, ആ ഇസ്ലാമിനെ വിട്ട് നമ്മൾ പറക്കുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മതം പോരെ നമുക്ക്, അല്ലാഹ് പഠിപ്പിച്ച മതം പോരെ നമുക്ക്. നമുക്ക് പിന്നെ ശൈഖിന്റെ മതം വേണം, തരീഖത്തിന്റെ ശൈഖ് മതം പഠിപ്പിക്കണം, തരീഖത്തിന്റെ ശൈഖ് പുതിയ സിദ്ധാന്തം കൊണ്ടുതരണം. അതിന്റെ പിന്നാലെയാണ് നമ്മൾ പായുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മതം നമുക്ക് പോരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയ മതം നമുക്ക് പോരാ. ഈ ഒരു ദുരവസ്ഥ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനുണ്ട്. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ചിലപ്പോ പറയുന്നത് മുജാഹിദ് ആയതുകൊണ്ട് പറയാണെന്ന്. വേണ്ട, നമ്മുടെ നാട്ടുകാരൻ തന്നെ പറഞ്ഞോട്ടെ ആ വിവരം. എന്തൊക്കെ വാദങ്ങൾ ഇക്കാണതൊക്കെ അള്ളയാണെന്ന ഒരു നൂരിശക്കാരൻ എന്നോട് സംസാരിച്ചു. പട്ടിക്കാട് അബ്ദുള്ള ഹാജി, അവരുടെ ഒരു മുരീദ് എന്നോട് പറഞ്ഞു, അബ്ദുള്ള ഹാജി താടിയുള്ള അള്ളാഹുവാണ്. എന്നോട് പറഞ്ഞതാ, താടിയുള്ള പടച്ചവനാണ്, താടി മീശയില്ല. അങ്ങനെ കൂട്ടി ഞാൻ പറഞ്ഞു കാഫറായി പോകും. അയാൾ പറഞ്ഞു കാഫറല്ല, എന്തായാലും വേണ്ടിയില്ല, സംഭവം അങ്ങനെ മുസ്ഫറാല് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ എന്നോട് പറഞ്ഞതാ, എന്റെ ചാലിയത്തെ റൂമെന്നാ അത് പറഞ്ഞത്. ഞാൻ അയാളെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. അന്ന് മുതൽ ഞാൻ അയാളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അയാളെന്റെ അടുത്ത് വന്നിട്ടില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പിഴച്ചുപോയി ഈ തരീഖത്തുകാർ. ചെമ്മാട് സുന്നിപ്പള്ളിയുടെ ഇപ്പുറത്ത് നിന്ന് ഒരു നൂരിഷ ക്ലാസ് നടക്കും, പ്രസംഗം നടക്കും. നൂരിഷയുടെ ഒരു ഖലീഫ, അയാൾ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറയപ്പെടുന്നു. റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളെ കയ്യിൽ ബിദ്അത്ത് പറ്റിയാൽ, പിഴവ് പറ്റിയാൽ തിരുത്തി കൊടുക്കൽ ഈ ഉമ്മത്തിന് നിർബന്ധമാണെന്ന് അയിമത്ത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അവരെ ആ വിഷയത്തിൽ തുടരാനും പാടില്ല. അയാൾ പ്രസംഗിക്കുകയാണ്, സമൂഹത്തോട് പറയുന്നു, ഞാൻ ആ സദസ്സിന്റെ പിന്നിലുണ്ട്, മമ്പറം സലാത്ത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് നിന്ന് കേൾക്കുകയാണ് വ്യാഴാഴ്ചയിൽ. അയാൾ ചോദിക്കുന്നു, തെങ്ങ്, കവുങ്ങ്, 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 എനിക്ക് അതിന്റെ ഭാഷ ഒന്നും അറിഞ്ഞൂടാ, ഇങ്ങനെ ഓരോ മരങ്ങളുടെ പേര് പറഞ്ഞു. സമൂഹമേ, നിങ്ങളുടെ മനസ്സിൽ വല്ലതും വരുന്നുണ്ടോ? എല്ലാവരും വല്ലതും വന്നോ? അജയനെ വല്ല വന്നോ? അപ്പൊ ആ വന്ന് തെങ്ങ് നരമ്പോ നീണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നൊരു തലമ്പ് ഇങ്ങനെ വന്ന്, കവുങ്ങ് പറഞ്ഞ പിന്നെ പണ്ണല്ലാതെ നീണ്ടിട്ടാണ് പോയിട്ട് പിന്നൊരു അങ്ങനെ, പ്ലാവ് പറഞ്ഞ കുറച്ചാണ് പോയിട്ട് പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഹി ഹു അങ്ങനെ ഒക്കെ വന്ന് ഇങ്ങനെ വന്ന്, ഇതൊക്കെ അയാൾ പറഞ്ഞിട്ട് പറയാം. വല്ലതും മനസ്സിൽ വന്നോ? ഒന്നും എന്താ വരാള്? ആരെങ്കിലും പഠിച്ചവനെ കണ്ടുക്കണോ? പഠിച്ചവനെ കണ്ടുക്കണോ? ഇല്ല, വന്നിട്ടില്ല. സദസ്സേ, നിങ്ങൾക്ക് വന്നോ? ചോദിക്കുകയാണ്. ഇല്ല. എന്നാൽ സമൂഹമേ, അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാൻ, അല്ലാഹ് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ത്വരീഖത്ത് പ്രചരിപ്പിക്കുന്നത്. ദീനിന്റെ എതിരുള്ള പ്രയോഗമാണ് പറഞ്ഞത്. അല്ലാഹു അറിയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. അല്ലാഹ് എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഒരു വ്യക്തി വരണമെത്രേ. സുബ്ഹാനല്ലാഹ്, അയിമത്ത് മുഴുവനും പറഞ്ഞതിന്റെ എതിര് ഒരു വലിയ ജീവി തടിച്ചു കൊഴുത്തിട്ട് ആകാശം മുട്ടുന്ന രൂപത്തിൽ ഒരു ഭീകര ജന്തു ഇങ്ങനെ വരണോ അല്ലാഹു. സുബ്ഹാനല്ലാഹ്, കണ്ടോ? അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച ചിന്ത മനസ്സിൽ വരണം. അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയല്ല, അള്ളാഹിനെ പറ്റിയുള്ള ആ രൂപം മനസ്സിൽ വരണം. തരീഖത്തുകാരൻ പഠിപ്പിച്ചു കൊടുക്കാണ്. ഇതിന്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. അത് മുജാഹിദുകൾ പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ, മുജാഹിദല്ലല്ലോ, നമ്മുടെ നാട്ടുകാരല്ലേ പറഞ്ഞത്. അപ്പൊ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മതം പോരാ എന്ന് ചിന്തിക്കുന്ന ജനത, അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയ മതം പോരാ എന്ന് ചിന്തിക്കുന്ന ജനത, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദിൻ നബിയ്യാ, തീർച്ചയായും അള്ളാഹുവിനെ റബ്ബായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും വിശുദ്ധ ഇസ്ലാമിനെ മതമായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്
മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയാതെ പോയൊരു ജനത, ആ ജനത ഇന്നിവിടെ ഉണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ് എന്റെ സഹോദരങ്ങളെ. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചുളിവിൽ രക്ഷപ്പെടാൻ നടക്കുന്നവരാണ്. അധ്വാനിക്കാൻ അവർ തയ്യാറല്ല, അമലുകൾ ചെയ്തുകൊണ്ട് ജീവിതം അലങ്കരിക്കുവാൻ അവർ തയ്യാറല്ല, ഇസ്ലാമിന്റെ നന്മകളെ ഉൾക്കൊള്ളുവാൻ അവർ തയ്യാറല്ല. നേരെ മറിച്ച് അത്ഭുതങ്ങൾ കാട്ടി ചുളിവിൽ രക്ഷപ്പെടാൻ നടക്കുന്ന ആളുകളാണ്. ഇത് നമ്മുടെ നാട്ടുകാരൻ തന്നെ തന്റെ അനുഭവം പറയാൻ. മൂപ്പരിന് ഒരുപാട് അനുഭവമുള്ള ആളായതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. മൂപ്പര് പറഞ്ഞൊക്കെ ആരെങ്കിലും പറഞ്ഞതാവുള്ളൂ, മൂപ്പരോട് പറഞ്ഞതാകുള്ളൂ. പിന്നെ ആളുടെ പേര് മൂപ്പര് പറയാത്തതുകൊണ്ട് അത് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. കാരണം വേറെ ബേജാറിന് പോണ്ടല്ലോ, മൂപ്പര് ആരാ പറഞ്ഞതൊന്നും പറയാറില്ല, പേര് പറയാൻ നിങ്ങൾ അറിയുന്നത് കൊണ്ടാണ് പറയാത്തതെന്ന് മൂപ്പര് പറയുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം തന്നെ തന്റെ ജീവിതാനുഭവം എന്ന് പറഞ്ഞോട്ടെ. എന്റെ ഒരു സുഹൃത്ത് ഹജ്ജിന് പോകുമ്പോ അയാളോട് യാത്ര വരാൻ പോയി. ഈ സുഹൃത്തിനോട് പറഞ്ഞതാ, ഞാൻ പറഞ്ഞ പേരെന്നോട് പറഞ്ഞില്ല, പേര് അറിയാൻ ചിലപ്പോൾ ചിലപ്പോൾ പിടുത്തം കിട്ടും. സുഹൃത്തിനോട് പറഞ്ഞ എന്തിനാ പറ്റി ഹജ്ജിന് പോണത്? ഞാൻ ഇവരുടെ പോയിക്കണില്ലേ, വാജിബ് നിർബന്ധമൊക്കെ വീടിക്കണില്ലേ, ഇങ്ങോട്ടോ ഹജ്ജിനൊന്നും ഇപ്പൊ പോണ്ട, തരീഖത്തിൽ അമൽ ചെയ്യും. എന്നിട്ട് തരീഖത്തിൽ അമൽ ചെയ്താൽ മൂപ്പര് പറഞ്ഞ കാര്യം ഓർത്ത് എനിക്ക് ചിരിയായിരുന്നു. തരീഖത്തിൽ അമൽ ചെയ്താൽ നമ്മൾ പാറിയിട്ട് ഹറമിലെത്തും. പാറല അടുത്ത പരിപാടി, പാറിയിട്ട് മക്കത്തെത്തിയിട്ട് ഹജ്ജ് ചെയ്യാം, അതാണ് പരിപാടി. പാറ ഇതാണിപ്പോ തരീഖത്തോണ്ടുള്ള ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്, തരീഖത്തിന്റെ ലക്ഷ്യം പാറലല്ല, പാറുകയാണ്. എന്നിട്ട് കേൾക്കണം, ഇവനിപ്പോ ഈ തരീഖത്തുകാരെ ഏകദേശം 4 കൊല്ലം അതിന് ചെല്ലി പാറി. എന്നിട്ട് താനാളൊരു ജുമാഅത്ത് പള്ളിയിൽ ഒരു ദിവസം അദ്ദേഹത്തെ കാണാനില്ല. എന്നെ കാണുമ്പോ അസ്സലാമു അലൈക്കും ഒരു അടിക്കടിക്കലുണ്ട്. മൂപ്പരെ കാണാതായപ്പോ ഞാൻ ചോദിച്ചറിഞ്ഞു, ഫുലാൻ എവിടെ? അവനോട് ഒരാൾ പറഞ്ഞു, കാലിന്റെ മുട്ടിന് വേദനയായിട്ട് സുഖമില്ലായിട്ട് ഇപ്പൊ വരിയിരിക്കണം. താനാളൂർ പള്ളിക്കൊക്കെ 4 കൊല്ലം വെച്ചിട്ട് പാറാൻ വെച്ചിട്ടില്ല മൂപ്പർക്ക്. മൂപ്പര് താഴെക്കാരനാ. എന്നിട്ട് മൂപ്പർക്ക് കാലിന് മുട്ട് വേദനയായപ്പോ അവിടെ കൂട്ടിയിരിക്കണം, പാറിയിട്ടില്ല. ആ റൂട്ടൊക്കെ പോയി പാറിയിട്ടൊന്നും കണ്ട് വളിപ്പറമ്പ് പോയി പാറിയാ പോരേനോ. പാറം കാത്തുക്കാണല്ലോ മക്കത്തും മദീനത്തും പോകാൻ. കേട്ടോ, അവൻ മക്കത്ത് പോകാൻ ഒരുക്കമല്ല, മദീനത്ത് പോകാൻ ഒരുക്കമല്ല, ഹജ്ജ് ചെയ്യാൻ ഒരുക്കമല്ല, അമലുകൾ കൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ ഒരുക്കമല്ല. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച ദീൻ ഉൾക്കൊള്ളാൻ ഒരുക്കമല്ല. നേരെ മറിച്ച് അവരുടെ ദീൻ എന്താ? തരീഖത്തിന്റെ ശൈഖ് പറയും അതാണ് നമ്മുടെ ദീൻ, തരീഖത്തിന്റെ ശൈഖ് പറയും അതാണ് നമ്മുടെ ദീൻ. അതല്ലെങ്കിൽ ആ ശൈഖ് നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സ്വീകരിക്കലാണ് നമ്മുടെ ബാധ്യത. അങ്ങനെ ചുളിവിൽ നമുക്ക് രക്ഷപ്പെട്ടു കളയാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, തരീഖത്തുകാരുണ്ട്. ഈ വേലിയേറ്റം, ഈ ചിന്താഗതി മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് വളരെ മുമ്പേ തന്നെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ തുടങ്ങിയതല്ല. നേരെ മറിച്ച് വളരെ നേരത്തെ തന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി വരച്ചു കാണിച്ചു എന്നൊരു തരീഖുണ്ട്, നമുക്ക് വേണ്ടി വരച്ചു കാണിച്ചു എന്നൊരു മാർഗമുണ്ട്. ആ മാർഗം വിട്ടുകൊണ്ട് പുതിയ മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട്, മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വിളിച്ചുകൊണ്ടുപോയി അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം തകർത്ത്, മുസ്ലിം സമൂഹത്തിന്റെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ വെള്ളം ചേർത്ത് അത് നശിപ്പിക്കുന്ന സമ്പ്രദായം വളരെ നേരത്തെ തുടങ്ങി. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തിന് നൽകിയ ശക്തമായ താക്കീത്, ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വിലപ്പെട്ട ഒരു പാഠം, ആ പാഠം മനസ്സിലാക്കുവാൻ മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും തയ്യാറായില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തന്റെ സഹാബത്തിനെ വിളിച്ചിരുത്തി ഒരിക്കൽ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് വിവരിക്കുന്നു, പറയുന്നു ആ സംഭവം. ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് നേരെയുള്ളൊരു വര വരച്ചു കാണിച്ചു തന്നു. ആ വര വരച്ചു കാണിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് സബീലുള്ളയാണ്, അല്ലാഹുവിന്റെ വഴിയാണ്, നേരായ വഴിയാണ്, നേരായ പാതയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് ധാരാളം വരകൾ വരച്ചു. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കുമായി ധാരാളം വരകൾ വരച്ചിട്ട് നബി പറഞ്ഞു, ഇത് വ്യത്യസ്തങ്ങളായ സുബുലുകളാണ്, വഴികളാണ്. ഓരോ വഴിയിലേക്കും നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകാനുള്ള പിശാച് ഓരോ ആ കവാടത്തിന്റെയും അല്ലെങ്കിൽ ഓരോ വഴിയുടെയും വാതിക്കൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ കരുതലോടെ പെരുമാറണം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, വിശുദ്ധ ഖുർആനിൽ ഒരു വാചകം അവർ കോതിക്കേൽപ്പിക്കുകയാണ്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ,
ഇതാണ് എന്റെ നേരായ വഴി, നേരായ പാത. ഫത്തബിഊഹു, ആ നേരായ വഴിയെ നിങ്ങൾ പിൻപറ്റൂ. വലാ തത്തബിഉ സുബുൽ, ഒരിക്കലും നിങ്ങൾ വ്യത്യസ്തങ്ങളായ വഴികളെ, വ്യത്യസ്തങ്ങളായ മാർഗങ്ങളെ, ക്രോസ് റോഡുകളെ, ഈ വഴിയിൽ തിരിഞ്ഞു പോകുന്ന, ഈ ക്രോസായി പോകുന്ന മാർഗങ്ങളെ ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ അതിനെ ഈ ഉമ്മത്ത് മറന്നു, വിസ്മരിച്ചു. എന്നിട്ട് പുതിയ ശൈഖിനെ അന്വേഷിച്ചു, തരീഖത്ത് അന്വേഷിച്ചു. എന്നിട്ട് അവിടെ മതം ഉണ്ടാക്കുകയാണ് ചെയ്തത്, പുതിയ മതം ഉണ്ടാക്കുകയാണ് ചെയ്തത്, പുതിയ ആദർശം ഉണ്ടാക്കുകയാണ് ചെയ്തത്, പുതിയ സിദ്ധാന്തങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗം, ആ മാർഗത്തിൽ നിന്ന് അകന്നു പോകുന്ന പുതിയ പുതിയ ചര്യകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിരവധി അനവധി തരീഖത്ത് പ്രസ്ഥാനങ്ങൾ, നിരവധി തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ഒരു നാട്ടിൽ മുസ്ലിമിന് ഒഴിവാകണം എന്ന് വിചാരിച്ചാലും സാധിക്കാത്ത രൂപത്തിൽ നിർബന്ധമായും അടിച്ചേൽപ്പിക്കുന്ന തരീഖത്ത് പ്രസ്ഥാനങ്ങൾ. അശ്അരി തരീഖത്താണ്, മാതുരീദി തരീഖത്താണ്, അസ്രിയായ തരീഖത്താണ്. ആ രണ്ട് തരീഖത്ത് നിർബന്ധമായും സ്വീകരിക്കണമെന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചു. അതിനു പുറമെ എണ്ണിയാലൊടുങ്ങാത്ത തരീഖത്തുകൾ, ഖാദിരിയ, ഷാദുലിയ, നഖ്ശബന്ദിയ, റിഫായിയ, ഇതിങ്ങനെ തുടങ്ങി നിരവധി തരീഖത്തുകൾ. പിന്നെ അവിടെ നിന്നിട്ട് വന്നിട്ടിപ്പോ മുക്കിന് തരീഖത്ത്. ഇപ്പോഴത്തെ തരീഖത്തിന്റെ പേര് ആലുന്തറ, കക്കാട്, ഇതൊക്കെയാണ് പുതിയ തരീഖത്തിന്റെ പേര്. ആലുന്തറ തരീഖത്ത്, കക്കാട് തരീഖത്ത്, ആലുവ തരീഖത്ത്, ഇനിയിപ്പോ പകര തരീഖത്ത്, താനാളൂർ തരീഖത്ത്, ഇങ്ങനെ ഓരോ ജംഗ്ഷനിലും ഇപ്പൊ തരീഖത്താണ്, ഓരോ ജംഗ്ഷനിലും തരീഖത്താണ്. അപ്പോൾ മറുപടി എന്താ? മറുപടി അത് ഒറിജിനലും വ്യാജവും തിരിച്ചറിയണം മൗലവി, ഒറിജിനലും വ്യാജവും തിരിച്ചറിയണം മൗലവി. എന്താ ഒറിജിനലും വ്യാജവും? അത് അവർക്ക് തിരിഞ്ഞിട്ടില്ല. ഈ പറയുന്നവർക്ക് തന്നെ ഒറിജിനൽ ഏതാണ് വ്യാജം ഏതാണെന്ന് തിരിഞ്ഞിട്ടില്ല. വ്യാജത്തിൽ ഒറിജിനൽ ഏതാണെന്നാണ് ഇവർ അന്വേഷിക്കുന്നത്. ഫുള്ള് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതിന്റെ ഉള്ളിൽ ഒറിജിനൽ ഇവർ അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വ്യാജനേത് ഒറിജിനൽ ഏത് എന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. ഇത് ഞാൻ എന്റെ വകക്ക് പറയുന്നില്ല, കേട്ടോളൂ. തീരുമാനം എടുക്കേണ്ട ഹോജ. ഇനി ഒന്നും കൂടി പറയാം. എന്താ തീരുമാനം എടുക്കുമ്പോ ശ്രദ്ധിച്ച് തീരുമാനിച്ചു. പണ്ടെടുത്ത പോലെ പോണ്ട. കാരണം ശംസിയ തരീഖത്താർ കാഫിറാണ് നിങ്ങൾ ഫത്വ കൊടുത്ത്. നിങ്ങളെ സമസ്ത കുറെ കൊല്ലം കഴിഞ്ഞപ്പോ സമസ്ത ഫത്വ പിൻവലിച്ചിരിക്കുന്നു എന്ന് പേപ്പറിൽ ഒരു കൂട്ടരെ കാഫിറാക്കി, എന്നിട്ടത് പിൻവലിച്ചു. ഇങ്ങനത്തെ ഒരു ഗതികേട് സമസ്തക്കില്ലട്ടോ, ശരിയായ സമസ്തക്ക് ഇല്ലില്ല. അങ്ങനെ ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല നിങ്ങളല്ലാതെ. കണ്ടോ? അപ്പോ ഒറിജിനൽ സമസ്ത ഏതാണ് ഇപ്പോഴത്തെ തർക്കം? ഒറിജിനൽ സമസ്ത ഏതാ? അത് മേനോൻ സമസ്ത എന്ന് പറയുന്ന സമസ്തയാണോ, അതല്ല നേരത്തെ ഉണ്ടായിരുന്ന ആ സമസ്തയാണോ? ഇതാണ് ഇപ്പൊ മേനോൻ സമസ്ത പറയാണ് ഞങ്ങളുടെ ഒറിജിനൽ സമസ്ത, നിങ്ങളുടെ സമസ്ത ശരിയല്ല, കാര്യം ശംസിയ തരീഖത്ത് തെറ്റാണ് എന്ന് ആദ്യം വിധിച്ചു, പിന്നീട് അത് പിൻവലിച്ചു എന്നാണ്. അപ്പോ ശരിയായ തരീഖത്തേത് തെറ്റായ തരീഖത്തേതെന്ന് തീരുമാനിക്കാൻ കഴിയാതെ ഒരു തരീഖത്ത് തെറ്റായി പ്രഖ്യാപിച്ച് പിന്നെ അത് പിൻവലിച്ച്, അങ്ങനെ ഈ പിൻവലിക്കലും അതുപോലെ തന്നെ പ്രഖ്യാപിക്കലുമായി കഴിച്ചുകൂട്ടുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ യഥാർത്ഥ തരീഖത്ത് ഏത്, വ്യാജൻ ഏത്, ഒറിജിനൽ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഗതികേടിൽ മുങ്ങിത്താഴുമ്പോൾ ഒറിജിനലാണ് ഞങ്ങളാണ് തീരുമാനിച്ചത്, ഞങ്ങളാണ് ഒറിജിനൽ സമസ്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കാണ് മതം പറയാൻ അവകാശം എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീൻ പറയാൻ അല്ലെങ്കിൽ ഇസ്ലാം പറയാൻ യാതൊരു തെളിവിന്റെയും ആവശ്യമില്ല, യാതൊരു വിധ തെളിവിന്റെയും ആവശ്യമില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ തൊള്ളെ തോന്നിയത് പറയാൻ, അത് ദീനിന്റെ ഇസ്ലാമികമായ അതിന്റെ ഹുക്കുമപരമായ അഖീദപരമായ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യൻ ചരിത്രത്തിന്റെ കാര്യത്തിൽ പോലും, ഇന്ത്യയുടെ ചരിത്രത്തിന്റെ കാര്യത്തിൽ പോലും എത്രത്തോളം ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടായിരുന്ന സമയത്ത് കുഞ്ഞൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, കുഞ്ഞൻ ഷഹീദ്. ഇവിടെ അടുത്തവിടെ താമസിച്ചിരുന്നു. അങ്ങനെ മൂപ്പര് പോരാടി, അങ്ങനെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ തലവെട്ടി, അയാളെ തലവെട്ടി. അങ്ങനെ തല വെട്ടിയിട്ട് ആ തല ഒരു കിറ്റിലാക്കിയിട്ട് കഴിഞ്ഞ ദിവസം ഭാര്യ ഒരാള് തല വെട്ടിയിട്ട് കിറ്റിലാക്കി കൊണ്ടുപോയതുപോലെ കുഞ്ഞന്റെ തല വെട്ടിയെടുത്ത് ഒരു കിറ്റിലാക്കിയിട്ട് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ഒരാൾ പോയിന്നാ. അങ്ങനെ സായിപ്പിന്റെ മുന്നിൽ കൊണ്ട് ഇത് വെച്ചു കൊടുത്തു. ഈ തല ആട്ടുന്തലല്ല, കുഞ്ഞന്റെ തല.
ആ കുഞ്ഞന്റെ തല വെച്ച് കൊടുത്തപ്പോ സായിപ്പ് വടിവിട്ട് കുത്തിയിട്ട് ചോദിച്ചു, നീയാണാ കുഞ്ഞൻ ചോദിച്ചപ്പോ ഈ തലയിരുന്ന് ഇങ്ങനെ പറഞ്ഞത്രേ, ഞാനാണ് കുഞ്ഞൻ. ഇത് ഈ ചരിത്രം ഇന്ത്യൻ ചരിത്രത്തിലുള്ള സംഭവം പറയുന്നത്. കേരള ചരിത്രം മലബാറിന്റെ ചരിത്രത്തിലുള്ളതാന്ന് പറയുന്നത്. കേട്ടോളൂ. നമ്മളുടെ തിരൂരിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മഹാനാണല്ലോ കുഞ്ഞൻ ഷഹീദ്, കല്ലിങ്ങൽ കിടക്കുന്ന കുഞ്ഞൻ ഷഹീദ്. നിങ്ങൾക്കറിയില്ലേ, വെള്ളക്കാരുമായി യുദ്ധം ചെയ്തവരാ. മഹാനവരുടെ തലയെടുക്കുന്നത് കോഴിക്കോട് ബദവി മക്കാം എന്ന് അറിയപ്പെടുന്ന മക്കാമിലാണ്. മഹാനവർ എങ്ങനെയാണ് അവിടെ എത്തിയത്? കുഞ്ഞൻ ഷഹീദിന്റെ തലയെടുത്ത് അതാ വെള്ളക്കാരുടെ സായിപ്പിന് പിന്നെ തിരൂരിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് കുഞ്ഞൻ ഷഹീദിന്റെ തല ടേബിളിന്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നു. കുഞ്ഞനായിരുന്നവർക്ക് പേടി സ്വപ്നം. കൊമ്പം മീശയുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞൻ ഷഹീദ് അല്ലെങ്കിൽ ബദവി ഷഹീദ് ആ തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സായിപ്പത ഒരു വടിയെടുത്തിട്ട് കുഞ്ഞനടിക്കുന്നു, ചുണ്ടിലടിക്കുന്നു. നീയാടാ കുഞ്ഞൻ, നീയാണോ ഞങ്ങൾ എതിർത്തവൻ, എന്തു പറ്റി ഇപ്പോൾ നിനക്ക്? ഉടനെ തന്നെ ആ തലയതാ ചുണ്ടൊക്കെ പൊക്കിക്കൊണ്ട് പല്ലിടിച്ചുകൊണ്ട് പറയുന്നു, അതേ ഞാനാണിട കുഞ്ഞൻ. ഇത് പറയുമ്പോൾ സായിപ്പ് പേടിച്ചു പോയി. അതോ നിങ്ങൾ ഏതോ ദിവ്യനാണല്ലോ കൊന്നത്, നിങ്ങളൊരു ദിവ്യന്റെ തലയാണല്ലോ കൊണ്ടുവന്നത്, ഇതൊരിക്കലും പാടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ് അന്ന് ഗവൺമെന്റിന്റെ സ്ഥലം കൊടുത്താണ് കുഞ്ഞൻ ഷഹീദിനെ മറവ് ചെയ്തത്. എന്നും ആ സ്ഥലത്ത് മഹാനവർ കിടക്കുന്നു. വല്ലാത്ത കുഞ്ഞെന്നല്ലേ ഈ ജാതി കുഞ്ഞന്മാരുണ്ടായ അവസ്ഥ ധരിച്ചക്ക്. തല ഇങ്ങനെ സംസാരിക്കേണ്ടത് എന്ത് കഥയാണ് ഇത്? ഏത് കഥയാണ് ഇത്? വാദ പറയാണ് നമ്മുടെ നാട്ടിൽ, വാദ പറയാണ്. ശംസിയ തരീക്കത്തൊക്കെ പീസായി പോലെ, നൂറിശ തരീക്കത്തൊക്കെ അടുക്കോ ഇവിടെ ഇല്ലയോ? ഈ ജാതി കഥകൾ മെനഞ്ഞുണ്ടാക്കി വിടുകയാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇത് തിരൂരുമായി ബന്ധപ്പെട്ടൊരു കഥയാണെങ്കിൽ ഇതാ വീണ്ടും വരുന്നു അടുത്ത കഥ. കേട്ടോളൂ. ബഹുമാനപ്പെട്ട മടവൂരിന്റെ ജനാസ EP ഉസ്താദ് അടങ്ങുന്നവരാണ് കൊണ്ടുപോകുന്നത്. വഫാത്താകുമ്പോൾ അവിടുത്തെ മുരീദന്മാരൊക്കെ ആ നാട്ടിലുണ്ട്. ഞാൻ മടവൂരിന്റെ ചെറിയൊരു മുഹിബ്ബ ഉള്ളവൻ പലപ്പോഴായി ജീവിതകാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. വഫാത്താകുമ്പോൾ ഞാനുമുണ്ട് ഷെയ്ഖിന്റെ പള്ളിയിൽ. ആ വെള്ളിയാഴ്ചയിൽ പലരുടെയും ചെവിയിൽ വിളിച്ചിട്ട് പറഞ്ഞത്, എന്നോടൊരു സുഹൃത്ത് ഞാൻ മടവൂരിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വഫാത്താകുന്നത് ഏകദേശം 4:30 മണിക്ക് സുബഹിക്കാം. ആ ടൈമിൽ മഹാനായ മടവൂരിന്റെ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ്. കേട്ടവർക്ക് അതിനോട് തുല്യമായ ശബ്ദം പറയാൻ കഴിയില്ല. മടവൂര് ചെവിയിൽ സംസാരിക്കുന്നു, പെട്ടെന്ന് ശുദ്ധി ചെയ്ത് പെട്ടെന്ന് വരിക. മടവൂരില്ല, ചെവിയിൽ സംസാരിക്കുകയാണ്. ഇത് ഒരാൾക്കല്ല അനുഭവം. എന്നോടിത് പറഞ്ഞവർ 3 ചെറുപ്പക്കാർ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ അന്ന് അനുഭവിച്ചു. ഞാൻ എന്റെ ഭാര്യയും കൂടെ കുളിക്കാൻ വേണ്ടി കിണറിന്റെ അരികിലേക്ക് പോകുമ്പോൾ എന്റെ ചെവിയിൽ മടവൂര് വിളിച്ചു പറയുന്നു, കുളിച്ച് ശുദ്ധിയായി പെട്ടെന്ന് വരിക. ഇന്നിങ്ങനെ പലരുടെ ചെവിയിലും സംസാരിച്ചു. ആ ടൈമിൽ മടവൂര് വഫാത്താവുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ മദദോടെ നമ്മളെ നന്നാക്കട്ടെ. അത് ആമീൻ പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ മടവൂര് ശൈഖ് മരിക്കുകയാണ്. മരിക്കുന്ന സന്ദർഭത്തിൽ മുരീദന്മാരുടെ ചെവിയിൽ വന്ന് പറയുകയാണ്. എന്താ പറയുന്നത്? വേഗം കുളിച്ചൊരുങ്ങി വരൂ. സുബഹിന്റെ നേരത്താണ് നാൾ. കുളിച്ചൊരുങ്ങി വരൂ എന്നിങ്ങനെ എല്ലാവരും ചെവിയിൽ വന്നിങ്ങനെ ശൈഖ് പറയാണ്. ഇത് മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തെ വിശ്വസിക്കേണ്ടി വരികയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് ഇദ്ദേഹം? ആരാണ് മടവൂർ ശൈഖ് എന്ന് പറഞ്ഞാൽ? മടവൂർ CM വലിയുല്ലാഹി എന്ന പേരിൽ ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരം എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് കാണാം. മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിലായിരുന്നു. ഇക്കാലത്ത് കണക്കില്ലാതെ വെറ്റില ചവച്ചിരുന്നു. പിന്നീട് താടി മുടികൾ പാടെ നീക്കം ചെയ്തു. കാറിൽ മാത്രമായി യാത്ര. തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്നു.
സ്വർണമോതിരവും ചെയിനും ധരിച്ചിരുന്നു. കണ്ടോ, ചെവിയിലും എന്ന് പറയുന്ന അയാള് സ്വർണത്തിന്റെ മോതിരം ധരിക്കുകയാണ്. സ്വർണത്തിന്റെ മോതിരം ഇസ്ലാം ഹറാമാക്കിയ സംഗതിയാണ്. ആ ഹറാമ് ചെയ്ത് നടന്ന ആളാണ് CM മടവൂരെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോ ചിലപ്പോ നാളെ വന്നിട്ട് പറയും അദ്ദേഹം ഉഖ്റഉൽ മജാലിൽപ്പെട്ട ആളാണ്, ബുദ്ധിയുള്ള ഭ്രാന്തന്മാരിൽപ്പെട്ട ആളാണ് എന്ന് പറയും. അപ്പൊ ഈ ഭ്രാന്തന്മാരുടെ മുരീദാകാൻ പറ്റുമോ മൂല്യാരെ? ഈ മൂല്യാരും അദ്ദേഹത്തിന്റെ മുരീദാന്ന് പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ മുരീദാണ് ഇദ്ദേഹം എന്നാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? അപ്പൊ ബോധമില്ലാത്തൊരു മനുഷ്യൻ, ഹലാല് ഹറാമുകളെ സംബന്ധിച്ച് പോലും വ്യക്തമായ ബോധമില്ലാത്ത ആള് അയാളെ ശീഖായി കൊണ്ട് നടക്കുകയും അയാളുടെ മുരീദായി നടക്കുകയും ചെയ്യുന്ന അവസ്ഥ, അത് ശരിയാണോ? ഇത്തരമൊരു ശൈഖ് അദ്ദേഹത്തിന്റെ തർബിയത്ത് സ്വീകാര്യമാണോ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഈ പുസ്തകത്തിന്റെ 69-ാമത്തെ പേജിൽ പറയുന്നത് സ്വർണമോതിരവും ചെയിനും ധരിച്ചിരുന്നുവെന്നാണ്. മാത്രമല്ല ഇതേ പുസ്തകത്തിൽ തന്നെ 98-ാമത്തെ പേജിൽ വ്യക്തമായി പറയുന്നത് കാണാം. 97-ാമത്തെ പേജിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞൊരു ആരോപണം എന്താണ്? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു ആരോപണം എന്ന് വെച്ചാല് ശൈഖുന മൂത്രമൊഴിച്ചിട്ട് ശുദ്ധീകരിക്കാതെ എഴുന്നേറ്റ് പോയിരുന്നു എന്നാണ് ചിലരുടെ പരാതി. ചിലരുടെ പരാതി അതായിരുന്നു. അതിനകത്ത് വേറെ ഒരുപാട് ഹിക്മത്തുകളുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഹിക്മത്ത് എന്താ അത് അറിഞ്ഞൂടാ. ഇനി അത് കഴിഞ്ഞാലോ പിന്നെ കേട്ടോളൂ, വളരെ ഗൗരവകരമായ കാര്യം എന്താ? മറ്റൊരു സംഭവം കൂടി എന്ത്? പിന്നെ യാത്രക്കാർക്കും രോഗികൾക്കും നോമ്പ് നിർബന്ധമില്ലെന്നത് അറിയപ്പെട്ട കാര്യമാണ്. ശൈഖുന നാടുനീളെ നടന്നിരുന്ന കാലത്ത് നോമ്പ് ഒഴിവാക്കുമായിരുന്നു. കറാമത്തോടെ ഒരാള് ഷെയ്ഖാണെന്നതിന്റെ പ്രത്യേകത പറയാണ്, അയാൾ നോമ്പ് ഉപേക്ഷിക്കുമായിരുന്നു. മാത്രല്ല കേട്ടോ, ശൈഖുന നോമ്പ് നോറ്റിരുന്നില്ലെന്നതിന് പുറമെ പകൽ സമയത്ത് ചിലർക്ക് ബാക്കിയുള്ള ഭക്ഷണവും മറ്റും കൊടുത്ത് നോമ്പ് മുറിപ്പിക്കുകയും ചെയ്തിരുന്നു. മൂപ്പരടിക്ക് ആരും നോമ്പ് നോറ്റി എന്നാലും മൂപ്പര് വെള്ളം കൊടുത്ത് അപ്പം മുറിപ്പിക്കും, അല്ലെങ്കിൽ ജ്യൂസ് കൊടുത്ത് മുറിപ്പിക്കും. അത് മൂപ്പരൊരു ഹോബിയാണെന്നാ. നോമ്പ് മുറിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാടുണ്ട്. ഇത്തരത്തിൽ പല ആളുകളും ശൈഖുനാഴക്ക് ചെല്ലുമ്പോ, ഇത്തരത്തിലുള്ള മുരീദന്മാര് ചെല്ലുമ്പോ നോമ്പ് മുറിച്ചെന്ന് പറയുമ്പോ നോമ്പ് മുറിക്കൂ. എന്നാൽ ചില ആളുകൾ അവര് പറയേ ഞാൻ നോമ്പ് മുറിക്കൂല, അത് നിങ്ങളല്ല ആര് പറഞ്ഞാൽ ഞാൻ നോമ്പ് മുറിക്കൂല എന്ന് പറയും. അപ്പൊ ശൈഖിനെ അടവ് മാറ്റുന്ന എന്ത്? ഞാൻ നിന്നെ പരീക്ഷിച്ചതായിരുന്നു. നോമ്പ് മുറിച്ചില്ലെങ്കിൽ പറയും നിന്നെ പരീക്ഷിച്ചാണ്. നോമ്പ് മുറിച്ചാ പറയാം അൽഹംദുലില്ലാ റാഹത്തായി. ഇത് പറയാണ്, ഇത് കറാമത്ത് കഥയായി എഴുതി വെക്കുകയാണ്. ഈ രൂപത്തിൽ ജീവിച്ച ആള് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം മുരീദന്മാരുടെ ചെവിയിൽ പോയി വർത്തമാനം പറഞ്ഞു എന്ന് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന പകരക്കാരനും അതുപോലുള്ള മുസ്ലിയാക്കന്മാരും കൃത്യമായി തന്നെ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ളാഹിക്ക് ശിഷ്യന്മാരുണ്ടായിരുന്നു, ആ റസൂലുള്ളാഹിക്ക് സഹാബത്തുണ്ടായിരുന്നു, ആ റസൂലുള്ളാഹിക്ക് അനുചരന്മാരുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഒറ്റപ്പെട്ടു പോയ ഘട്ടത്തിൽ പ്രവാചകന്റെ നേരെ ഖുറൈശികൾ തുരുതുരാ അമ്പെയ്യുമ്പോൾ ആ അമ്പുകളെ മാർത്തരം കൊണ്ട് ഏറ്റുവാങ്ങിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്ന ആ ഘട്ടത്തിൽ ആരുടെയും ചെവിയിൽ പറയാൻ പോയിട്ടില്ല. അബൂബക്കറെ വേഗം വരൂ എന്ന് പറയാൻ പോയിട്ടില്ല. അതല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ ചെന്നിട്ട് ആളെ കാണുന്നില്ല, ഉമറെ ഞാൻ യാത്രയാവുകയാണ് വരൂ എന്ന് പറയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് നേർക്ക് നേരെ നോക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞ കുഞ്ഞൻ ഷഹീദ് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നില്ല, ഉമറേ ഞാൻ മരിച്ചു കിടക്കുകയാണ്, ഞാൻ മരിച്ചു കിടക്കുകയാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
വാൾ ഉരിയെടുത്തിട്ട് പറയുകയാണ്, മുഹമ്മദ് മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ ശിരസ് ഞാൻ എടുക്കും, അവന്റെ ഗളച്ഛേദം ഞാൻ വരുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതായി ചരിത്രത്തിൽ കാണാമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ലാത്ത പ്രത്യേകത സ്വർണ്ണ ചെയിൻ ധരിച്ച് നടന്ന, താടി വടിച്ചു നടന്ന, അതുപോലെ തന്നെ ആളുകളെ കൊണ്ട് നോമ്പ് മുറിപ്പിച്ചു നടന്ന, നോമ്പ് നോക്കാതെ നടന്ന ആളിലുണ്ട് എന്നാണ് അവരുടെ മുരീദന്മാര് പഠിപ്പിക്കുന്നത്. മാത്രമല്ല അതുകൊണ്ടും അവസാനിക്കുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? മരണപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരെന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ പ്രതിഭാസമാണ്. ജീവിച്ചിരുന്നപ്പോ ചുറ്റടന്ന് നോമ്പ് ഉറപ്പിച്ചാൽ അതിനേക്കാളും വലിയ കളിയാ മരിച്ചതിന് ശേഷം. അഹ്സന് പറഞ്ഞോട്ടെ. അപ്പോ മടവൂരിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ഇല്ല, കിട്ടാനില്ല. ഉസ്താദൊക്കെ ബന്ധപ്പെട്ട് മറ്റൊരു വണ്ടി തയ്യാറാക്കി വൃത്തിയാക്കി അതിന്റെ പിന്നിൽ വെച്ച് വണ്ടി കൊണ്ടുപോയി മർക്കസിന്റെ ആ കവാടത്തിന്റെ അടുത്തെത്തുമ്പോൾ തനിയെ വണ്ടി നിന്നുപോയി. മടവൂര് നിന്നു. 5 മിനിറ്റിന് ശേഷമേ വണ്ടി ചാട്ടായുള്ളൂ. ചാട്ടാക്കി വണ്ടിയുമായി മടവൂരിലേക്ക് നീങ്ങി. ആ മടവൂര് ഇന്നും എപ്പോഴും എല്ലാ ടൈമിലും ഉസ്താദിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഉസ്താദിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ നല്ല കോലുണ്ടാവും. ഈ ജാതി നിയന്ത്രിച്ചാൽ നമുക്ക് മറ്റേ പകരക്കാരെ പറയിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ചാട്ടായില്ല. നാണക്കേടല്ലേ മറ്റു സഹോദരങ്ങൾ. ആയിക്കോട്ടെ, നമ്മള് പരാതി പറയണില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് വണ്ടി നിന്നുപോയി നടന്നു. വണ്ടി എങ്ങനെ ആ മൂപ്പര് കേടാക്കിയത്? മൂപ്പര് കേടാക്കാണ്. അപ്പൊ തന്നെ വണ്ടി കേടാക്കി മർക്കസിന്റെ മുന്നിലെത്തിയപ്പോ വണ്ടി നിന്നുപോയി. 5 മിനിറ്റ് കുറച്ചേരം അവിടെ നിന്നിട്ടാണ് മുന്നോട്ട് പോയത്. ഈ ശൈഖനയുടെ തർബിയത്ത് ഇപ്പോഴുണ്ട് ഉസ്താദ്. എന്തിനാ മാന്യ സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള കഥകൾ ഇവർ പ്രചരിപ്പിക്കുന്നത്? ഇതിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പറഞ്ഞിട്ട് ഇവർക്ക് എന്താ കിട്ടാനുള്ളത്? ഈ ജാതി കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് എന്താ അവർ കിട്ടാനുള്ളത്? മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാന ആദർശം തകർക്കുക എന്നുള്ളതാണ്. കാരണം എന്താ, ഒരു മുസ്ലിമിന് ജീവിതത്തിൽ പ്രയാസമോ ദുരിതമോ കഷ്ടതകളോ കടങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം ആരെ? മടവൂർ ശൈഖിനെ. അവിടെ പോയി മടവൂർ ശൈഖിനോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ദാവൂദ് ഔലിയോട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇപ്പറഞ്ഞ കുഞ്ഞൻ ഷഹീദിനോട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി കഥകളൊക്കെ ഉണ്ടാക്കുക. തല പോയിട്ടും ആ മുറിഞ്ഞ തലയിരുന്ന് വർത്താനം പറഞ്ഞതും, അതുപോലെ ഓടിയ വണ്ടി നിർത്തിയതും, പിന്നെ നിന്ന വണ്ടി പിന്നെ ചാട്ടാക്കി പോയതും, ഇതൊക്കെ പറയുന്നത് എന്തിനാ? ഒരു മുസ്ലിമിന് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ്, ഇപ്പോഴും മരിച്ചതൊന്നും പ്രശ്നമല്ല, വണ്ടി എടുത്തേക്ക് പോരുന്ന, ആ വണ്ടി എടുത്ത് പോന്ന് നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും എന്ന ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി ഇതിന്റെ പിന്നിലുള്ള ഈ ദുരുദ്ദേശം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്തിനാണ് അവിടെ ആ വണ്ടി നിന്നത് 5 മിനിറ്റ്? എന്തിനാണ് 5 മിനിറ്റ് അവിടെ വണ്ടി നിന്നത്? അല്ലെങ്കിൽ മൂപ്പര് വണ്ടി അവിടെ നിർത്തിയത്? അവിടെ CM എന്തിനവിടെ വണ്ടി നിർത്തി? അതിന്റെ പിന്നിലും ഒരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തുണ്ട് എന്ന് ആരാ പറയുന്നത്? നമ്മുടെ അഹ്സന് തന്നെ. കേട്ടോളൂ. ആ ജനാസ സുബ്ഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. എബി ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂര് അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ. കാരണം തൗബ ചെയ്യാനൊക്കെ നല്ലതല്ല. ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടിയിട്ട് ജീവിതത്തിൽ അവസാനത്തിൽ നന്നാകാൻ തീരുമാനിച്ചിട്ട് അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്മയാണ്. അതുകൊണ്ട് നമ്മളതിന് ആമീൻ പറയാം, ഒരു പ്രയാസമില്ല. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ദീൻ ഇസ്ലാം അത് അതിൻ്റെതായ രൂപത്തിൽ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ പറഞ്ഞത്? അവിടെ വണ്ടി നിർത്തിയതിന്റെ ഹിക്മത്താ പറയുന്നത്. അതെന്തിനാന്ന് ചോദിച്ചാൽ മൂപ്പർക്ക് അവിടെ നിന്ന് കിടക്കണമെന്നുണ്ട്. അയാൾക്ക് അവിടെ കിടക്കണമെന്നുണ്ട്. പക്ഷെ അവിടെ കിടന്നാൽ അവിടെ കിടക്കേണ്ട വേറൊരാളുണ്ട്. അയാളെ
സ്ഥാനം കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാ മൂപ്പര് പോയത് എന്നാ. എന്നിട്ട് പറയണ് ഉസ്താൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മ മൂപ്പര് മരിച്ചിട്ടില്ല, അവിടെ കിടക്കേണ്ട ആള് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. ആരായിരിക്കും അത്? അല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരായിരിക്കും അത്? അവിടെ കാന്തപുരം ആരായിരിക്കുമല്ലോ, സംശയമില്ലല്ലോ. അതാണ് ആ പറച്ചിൽ നിന്ന് മനസ്സിലാണ്. അതിന് മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇത് പണ്ട് പറഞ്ഞു പോയതാ. അന്ന് 40 കോടി രൂപ പള്ളി വെക്കാൻ തീരുമാനിച്ചിട്ടില്ല, അറിയാതെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ ഏതായിരുന്നു എനിക്ക് കാത്തിരുന്ന് കാണേണ്ടത്? ഈ കറാമത്ത് പുലരുമോ ഇല്ല എന്നുള്ളതാണ്. ഇത് പുലരുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി പുലർന്നാലും ഇല്ലെങ്കിലും ഇവിടെ മുസ്ലിം സമുദായത്തിന് ചില സംശയങ്ങളുണ്ട്. അതെന്താ സംശയം? ആരാണ് ഈ വിവരം ഇവർക്ക് നൽകിയത്? ആരാണ് ഈ തത്വം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ് ഈ വിവരം ഇവർക്ക് വഹി കൊടുത്തത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്ന വ്യക്തി ഇവിടെ മരിക്കും, ഇന്ന സ്വഹാബി ഇവിടെ വെച്ച് മരിക്കും, ഇന്ന സ്വഹാബി ഇവിടെ കിടന്ന് മരിക്കുമെന്ന് ചില കേന്ദ്രങ്ങൾ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചില സഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള അത് പറഞ്ഞത് അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിച്ച വഹയിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആർക്കാരാണ് ഇവർക്ക് വഹി കൊടുത്തത്? ഏത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നത്? ഇവിടെ ഉസ്താദ് കിടക്കുമെന്ന് പറയാൻ ആരാണ് ഇവർക്ക് അവകാശം നൽകിയത്? ആരാണ് ആ വിവരം ഇവർക്ക് കൈമാറിയത്? നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞുവല്ലോ, അള്ള പഠിപ്പിച്ച ദീൻ കൊണ്ട് ഇവർ തൃപ്തരല്ല, റസൂലുള്ള പഠിപ്പിച്ച ദീൻ കൊണ്ട് ഇവർ തൃപ്തരല്ല. നേരെ മറിച്ചതിനപ്പുറത്തേക്ക് കഥകൾ മെനഞ്ഞുണ്ടാക്കി പുതിയ മതമുണ്ടാക്കി പുതിയ മതവുമായി പോവുകയാണ്, പുതിയ ആദർശവുമായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിനനുസൃതമായ നിലയിൽ സിദ്ധാന്തങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. ഉസ്താദ് കിടക്കേണ്ട ഇരിപ്പിടം നേരത്തെ തന്നെ തീരുമാനിച്ച് അതറിയിച്ച് അവിടെ കിടക്കേണ്ട ഒരാള് കിടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്ന് കിടക്കാതെ പോവുകയും അയാൾ